ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനല് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബിരിയാണി ഉണ്ടാക്കലാണ് പണി. ഉമ്മച്ചി ഇമ്മിയുണ്ട്, പിന്നെ നമ്മളുണ്ട്. ഇന്ന് അതിനായിട്ട് നമ്മൾ ഷോപ്പ് ലീവ് ആക്കി കേട്ടോ, ലീവ് ആക്കിയത്. അപ്പൊ എവിടെ ചെയ്യുമ്പോ പരിപാടി ഏത് അതൊന്നും പ്രശ്നമല്ല, ആരും മുകൾക്ക് നോക്കണ്ട, അടിക്ക് നോക്കിയാ മതി. ഇതിപ്പോ ഇത് എവിടെ ചെയ്യുമ്പോ ചിക്കൻ ഒന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളി വെല്ലുമ്മയാണ് ഉള്ളി അരിഞ്ഞത്, അനുവല്ല. പിന്നെ ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ഇത് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ലാസ്റ്റ് എന്താവും നമുക്ക് നോക്കാം കേട്ടോ. എന്താവും നോക്കാം. ഇന്ന് പറഞ്ഞിട്ടുള്ള ഉമ്മമ്മേന് ഇതൊക്കെ വെറുംചോറ് തിന്ന് ഒത്തിരിക്കാണ്. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോ ബിരിയാണി നല്ല ആൾക്കാരാണ്. അടുത്ത് വെല്ലുമാൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. എല്ലാരും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒരു പൂച്ച തന്നെ ഞാൻ കാണിച്ചു തരാം. ഓളി ഇതിന്റെ ഉള്ളിൽ തുടങ്ങുന്നുണ്ട്. ഇന്ന് ഞങ്ങള് പൊയ്ക്ക് പോയപ്പോ അവിടുന്ന് ഒരു ആലിനെ കിട്ടീന്. ആ ഗാലിനെ കാണിച്ചു തരാം. വല്യമ്മ ആലിനെ നന്നാക്കുന്നുണ്ട്. വല്യമ്മ, അപ്പൊ ഇന്ന് എന്ത് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കണത്? കോഴിക്ക് ചിക്കൻ. ആ, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ എന്തിനാണ് മമ്മ ഈ ആരല്? ഇത് കുട്ടികൾ കൊടുന്നു. അപ്പൊ പിന്നെ ഇത് തോലൊളിച്ചുകൊണ്ട് മുളക് വെച്ചാൽ നാളെ വെക്കാലോ. ഇതൊന്ന് പൊടിച്ചടിച്ചല്ലേ ഇതിങ്ങനെ വെച്ച് അത് അതിന്റെ തോല്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കണേ. എങ്ങനെയാ പൊളിക്കുന്നത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ തല മുറിച്ച് കളിട്ടോ. അപ്പൊ അപ്പുറത്തെ ഭാഗത്തേതിലുണ്ടോ? കഴിഞ്ഞോ? ഇങ്ങനെയുണ്ട് ആരലിനെ ഇതാക്കല്. ചാരം പുരട്ടി 300 തല എന്താ കിട്ടിയോ? തലന്റെ പടം മുറിച്ച് കളയാം. ഇതോടെ കത്തിയുടെ അതിന്റെ തല നമ്മള് കളയാൻ പോവാണ്. ഉമ്മ അവിടെ ഉണ്ട്. നമ്മൾ ഉമ്മാന്റെ അടുത്തേക്ക് പോയി നോക്കാണ്. ഉമ്മ എവിടെ? ഉമ്മ എവിടെ ഉണ്ട് കേട്ടോ. എന്താണ് എങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടിട്ട് ആൾക്കാർ പഠിച്ചട്ടെ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഫുഡ്. എന്ത് ലൈവില് ഭയങ്കര ഡയലോഗാണിയല്ലോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചെല്ലേ പറഞ്ഞ ഞാൻ ഉണ്ടാക്കണ രസമല്ലാന്നൊക്കെ. നോക്കട്ടെ, ബിരിയാണി ഉണ്ടാവുന്നത് നോക്കട്ടെ. അടി ഞാൻ നിങ്ങളത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തന്നോണ്ട് കേട്ടോ. ഞാനല്ല ഇജുണ്ടാക്ക. ഇത് ആദ്യം എങ്ങനെയുണ്ട് നോക്കട്ടെ. ഉമ്മാന്റെ ഉണ്ടാക്കൽ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളി ഇങ്ങനെ കണ്ടാക്കി അരിഞ്ഞത്, ഇത് തക്കാളി അരിഞ്ഞത്, പിന്നെ ഇതെന്താ ഇതെന്ത് ചമ്മന്തിയാണ്? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ആ, പിന്നെ അതന്നെ. ഇത് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ബിരിയാണിക്ക് ഇടാനുള്ള ആണോ അത്? ഇവിടെ മിക്സറുണ്ട്. മിക്സർ തിന്നുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉറങ്ങിയ പൂച്ചകളൊക്കെ ബിരിയാണിന്റെ മണം കേട്ടിട്ട്, ഉള്ളി കരിച്ചണ മണം കേട്ടിട്ട് എല്ലാരും നീച്ചിക്കണ്. അപ്പൊ ഒരുത്തൻ ഇവിടെ ഉണ്ട്, ഒരുത്തി ഇവിടെ ഉണ്ട്. ഡേ, അനക്ക് എന്താ അവരോട് പറയാനുള്ളത്? നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്. നമ്മള് ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യാ അല്ലേ? അപ്പൊ പിന്നെ അടുത്ത കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, അപ്പൊ അടുത്ത നമ്മൾ പോണത് നമ്മളെ കോഴി മുട്ട എടുക്കണേ. എല്ലാം ഒരു ദിവസമാണ് തോന്നുന്നു. ആ കോഴിന്റെ മുട്ട നമ്മൾ കാണാൻ പോകണ്ടോ. ആ, ഇതാണ് ഗൈസ് കോഴിന്റെ മുട്ട. അപ്പൊ ബിരിയാണിയും ഓംപ്ലേറ്റും എല്ലാം നിറഞ്ഞ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് അണ്ടിപ്പരിപ്പ്, ഇത് മുന്തിരി. ഇമ്മ ഓർത്ത് തിന്നാക്കണത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാവുക? നനക്ക് ഞാൻ തിന്നില്ലാണ്ട. വേറെന്താ പണിയില്ല, ഞങ്ങൾ ഇന്ന് ലീവ് എടുത്തിക്കണ. നിങ്ങക്ക് പണിയോ? നിങ്ങക്ക് ഞാൻ ടാങ്ക് അവിടെ വെക്കാൻ അവിടെ വൃത്തിയാക്കിക്കോളേ. യൂട്യൂബ് ചാനലാണ്, അതിനുള്ള ടാങ്ക് നന്നാക്കണല്ല. ഇതൊക്കെ ഇടാൻ നേരായോ? മഞ്ഞളും ഉപ്പൊക്കെ ഇടാൻ നേരായോ? ഇതാകാനായി. ഇത് കോരിയിട്ട് നമുക്ക് ഇന്നത്തെ തീമക്കട്ടോ. എന്നിട്ട് അതിട്ടാ മതി. കൊരാൻ ഏതാ
ഞാനത് പറയാം. ഓക്കെ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. പെരുത്ത ഫ്രിഡ്ജാണിത്. തുറന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കാം. വാവ്, 2 മുട്ട ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ, തിന്നാലൊന്നുമില്ല. പിന്നെ അരിപ്പാത്രം, അരി വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. ഇത് പെരീത്തെ തിന്നാണ്ടാക്കണ എന്തൊക്കെ സാധനങ്ങളാണ്? മുന്തിരിയോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല ആ വറക ഒന്നായിട്ട് കത്തൂര അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചെമ്പ് എടുക്കില്ല, അത് വലിയ ചെമ്പാണ്. ഏകദേശം എത്ര ടൈം എടുക്കും അത്? എന്ത് ബിരിയാണി ഇപ്പൊ തന്നെ ആവോ? ബിരിയാണി ഞാൻ പറഞ്ഞുതരുമ്പോ എങ്ങനെ ഉണ്ടാക്കേണ്ടത്. മെയിൻ ആള് വരുന്നുണ്ട് കേട്ടോ. മാറിക്കൊടുക്ക, ഇതിനൊക്കെ വലിയ ആള് വരുന്നുണ്ട്. മാറുന്ന ആള് കാട്ടി തരും എന്താന്ന്. ഉള്ളി തന്നിട്ട് ഇത് നമുക്ക് മേലതാ. ഇതെന്താ കാട്ടണം മാമ? സള്ളാസ് ഉണ്ടാക്കാനോ? ഗായ്സ് ഇത് ഏകദേശം ആവാറായ രീതിയിലായിക്കണേ. ഉള്ളി വാടി കഴിഞ്ഞിക്കണേ. ഇനി അടുത്ത എന്താ ഉള്ളി വാടിയിട്ട് എന്താ അടുത്ത ഇടണേ നമ്മള്? അണ്ടിപ്പരിപ്പും മുന്തിരി ഇവിടെ തീരാനായിട്ടുണ്ട്. അതൊക്കെ നീ കഴിഞ്ഞോ അവിടെ വെക്കടാ. ഇങ്ങോട്ട് നോക്കാനിമയൊക്കെ തിന്നു കഴിഞ്ഞോട്ടോ. ആ ഇതെന്താ അമ്മ നമ്മൾ ചെയ്ത് കൊടുക്കണം? അതന്നെ വെക്കാൻ അറിയാത്തവരാരും കാണുന്നില്ല ഇപ്പൊ അവിടെ. അലുമ്മാന്റെ വെക്കൽ വേറെ രീതിയിൽ വെക്കണം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഇന്റെ കുറ്റല്ലേ. ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ലാസ്റ്റ് എന്താവും നമുക്ക് ഇതിലേക്ക് സ്മെല്ല് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും ഇത് ഏതാ സാധനം എന്ന് പറയും. ഞാൻ ഉള്ള കാര്യമല്ലോ വേറെ പണിയുണ്ട് ഇവിടെ. ഞാൻ ഉണ്ടാക്കാം. വല്യമ്മ അവിടെ എന്തോ കൂട്ടുന്ന പരിപാടിയാണ്. ആ മീനാണ് കേട്ടോ വല്യമ്മ കൂട്ടണത്. ഉപ്പും മുളകും ഇട്ട് വല്യമ്മ മസാല എന്താ കേട്ടോ? ഇതെന്താ കാട്ടിയ? ആ ഇതാണ് അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മള് ഇതെന്താ എന്താ ചെയ്തുകൊണ്ട് എന്താ ചെയ്യുന്നത്? ചൂടായ എണ്ണ കിട്ടുങ്ങാണ്ടാണ് വയറ്റിയെടുക്കും. അതന്നെ ഇത് ഓരോന്നും എടുത്തു തരണോ മതിക്ക് കിട്ടണ്ടതില്? ആകെ പുകച്ചിക്കണ് ഇവിടെ. ഇതെന്താണ്? ഏതിന്റെ? മീൻ പൊരിച്ചിന്റെ ഓരോന്ന് നോക്കി വെക്കുന്നുണ്ട്. ഓനക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കാണ് ഓൻ ഇവിടെ. ബേക്കറി അല്ലേ വേറെ എന്തെങ്കിലും പൊരിച്ചെന്തെങ്കിലും ഉണ്ടോ തിന്നാന്? ഇതാണ് കേട്ടോ. എന്താ പണി നോക്കുക. ബെല്ലിമാക്ക് പണിനോടുള്ള ആത്മാർത്ഥത അറിയുമ്പോ ഇതാണ് ആ ഒരു ശുഷ്കാന്തി നോക്ക് അല്ലേ? പിന്നെ അമ്മക്ക് വേറെ പ്രത്യേകം ഉണ്ട്. എന്തെങ്കിലും പണി എടുക്കാന്ന് അതിന്റെ അടിയിൽ അമ്മ ചിരിച്ചൂല. നോക്ക് നോക്ക് എത്ര ചെറിയ ചിരിച്ചൂല. ചിരിച്ചാൽ ഫീൽ ചെയ്യണമെങ്കിൽ ഇല്ല. അത് ചിരിച്ചാതെ പണിയെടുക്കണ ഒരു കൈ തന്നെയാണ് കേട്ടോ. എത്ര കാലങ്ങളെ ഇത് തുടങ്ങിയിട്ടല്ലോ. അതിനൊക്കെ ഞാനില്ലേ സ്വിച്ചിട്ടാതിരില്ലേ. വെല്ലിമാക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഉമ്മ ഇതിനറിയില്ല കേട്ടോ. ഈ സാധനത്തിന് അറിയില്ല. ഇതിന് വെറും ഡയലോഗ് മാത്രം. യൂട്യൂബില് നോക്കും. യൂട്യൂബിൽ നോക്കിയാണ്ട് ഓരോന്നും ഉണ്ടാക്കാനൊക്കെ നോക്കും. പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോ വേറെ എന്തെങ്കിലും സാധനമായി മാറും. അതാണ് പിന്നെ ഞങ്ങള് ലൈവ് ഇട്ടപ്പോ പറഞ്ഞു പെരിയില് പറകില്ല എന്ന് പറഞ്ഞു. ഇമ്മ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു പെരിയില് വറക് ഉണ്ട്. ഇതാണ് കേട്ടോ പെരിയത്തെ വറക്. പിന്നല്ല കുട്ടിയെ പിന്നെ ആരെയും പണിക്കാരാണ് ഇതില് മെയിനായിട്ട് ഉണ്ടാക്കണേ. ഇതെന്താ പച്ച എടുക്കണേ? ഇതെന്താ നിങ്ങളങ്ങോട്ട് പറഞ്ഞൂടി സാധനം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഈ പച്ചുള്ളിയൊക്കെ എന്തിനാ ഇട്ടിക്കണേ? ഇതെന്താ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പച്ചുള്ളി എന്തിനാ ഇട്ടണെന്ന് പറഞ്ഞുതരോ? പച്ചുള്ളി ആദ്യം ഇട്ടും കുട്ടിയെ. അതെന്തിനാ? മസാലയ്ക്ക് ഇറച്ചിന്റെ പച്ചുള്ളി മക്കളെ ഞാൻ ഉണ്ടാക്കി കാണിയത് സുർക്കപാത്രം എവിടെ? അപ്പൊ വല്യമ്മ പറയണത് സുർക്കപ്പെടുണ്ട്. ഞങ്ങള് കാണിക്കും, നിങ്ങള് കണ്ടാ മതി എന്നാ വല്യമ്മ പറയണത്. നല്ല ഇരുണ്ട് ഇതൊക്കെ മസാലകളൊക്കെ. മസാലകള് ഇതൊക്കെ കാണിച്ചാണ്ട് കേട്ടോ അമ്മ. എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഉപ്പ് ഉപ്പ് അത്രക്കൊന്നും ഉപ്പോ കാണും. പിന്നെ തന്നെ ഉണ്ടാവുക. ഉപ്പ കാര്യമായിട്ട് എന്താണ് ഇമ്മമ്മ പണിയെടുത്ത അമ്മമ്മ പണിയെടുത്ത അമ്മക്ക് ഒന്നും ഉണ്ടാക്കാനല്ല. മാറിക്കോളൂ മമ്മേരി. കഞ്ഞോ? കഞ്ഞിയൊന്നും പോണ്ട.
ഇടക്കരെ കിടക്കണ കൊണ്ടുവന്നിക്കണ ആവൂല് അപ്പൊ അത് കൊണ്ടുവന്നിട്ടില്ലേ? പറഞ്ഞിക്കണ് പിന്നെ ഇടക്കര പോയിക്കണ അവനോട് വിളിച്ചറിയണം. അവനെ വിളിച്ചാ പോകുന്ന അതവിടെ പോണ്ട. ഇപ്പൊ വാങ്ങി എന്റെ ടൈം കഴിഞ്ഞില്ലേ? നിങ്ങളെവിടെയും പോയി കൊണ്ടോ? ആ മൊണ്ടൻ ചെല്ലും. അരി അത് ഇതെന്തരിയോ? ബിരിയാണി ഈ അരിയും കൊണ്ട് നമുക്ക് അതുള്ളേ ഇതുകൊണ്ടാണ് ബിരിയാണി വലിയ ഗംഭീരത്തിൽ ഡയലോഗ് ഇട്ട് പറഞ്ഞത്. അതെന്താ ഈ ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഇച്ചണ തികയോ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കുഴക്കാൻ പോവാണ്. ഇതെന്താ മല്ലിച്ചപ്പ്? ഇങ്ങനെ തന്നെ അല്ലേ കുഴക്കല്? അങ്ങോട്ട് കൊയ്യട്ടെ. എന്താ കൊയ്യാൻ വെച്ചേ? ഇത് കുഴക്കലുണ്ട് നല്ലോണം. മതി മതി കൊയ്ക്ക് മതി മതി മതി. ഇനി എടുത്ത് നോക്കണം. ഇറങ്ങിപ്പോ നിക്ക ഇത് നെരുമ്പെടുത്തിട്ട് കണ്ട് പതുക്കെ അങ്ങനെ സോഫ്റ്റിലാക്കാം. പതുക്കെ അടിച്ചേർത്തി പതുക്കെ കുഴക്കാതെ എങ്ങനെ ഇളക്കി. ഞാനല്ലേ ഇതൊക്കെ പടം മൂത്തി കൊടുത്താൽ തേമ്പോ. അനക്കറിയാത്ത ഞാൻ പറഞ്ഞു തരല്ലേ. എരുണ്ടോ? ഇതിപ്പോ എന്താ കാട്ടണം? എന്താ പറഞ്ഞുതരോ? ഇത് നമ്മള് എന്താ പറയാ മസാലയും ചിക്കനും മിക്സ് ആക്കണ രീതിയാണ് ഈ കണ്ടുകൊടുക്കുന്നത്. ചിക്കനല്ലേ പെട്ട് അതിങ്ങനെയല്ല ആക്കല്. ആദ്യം ചിക്കനുമ്പോ നമ്മള് മസാല പിടിപ്പിച്ച് വെക്കണം. അത് ഉമ്മ വെച്ചിരുന്നോ? വെച്ചിട്ടാണ് പൊരിച്ചെടുത്തത്. അറിയോ? ഇത് പൊരിച്ച ചിക്കനാ? ഇങ്ങോട്ട് എണ്ണയിൽ നമ്മള് പൊരിച്ചും ചെയ്തോ? ഒടയാതിരിക്കാൻ. ഇത് നല്ലോണം ആക്കണം. ഇത് ഇങ്ങനെ പിടിക്കണം മസാല. അത് ഉടക്കണ്ട മതി മതി കുട്ടിയെ. കൈ തുറക്കതില് ഇനി ഇങ്ങനെ ഒറ്റ കജ്ജിടുമേ. ചളിയൊക്കെ ഉണ്ടാവോ കജ്ജില്? കേക്കിക്കാ മതി. ആ മസാല ഒക്കെ കജ്ജിമ പോന്നു. ഞമ്മളാണെങ്കിപ്പോ അത് കണ്ണ് തേച്ചൂലേ ഞങ്ങക്ക്? എന്താ പരിപാടി? നീ പച്ചമുളക് പച്ചമുളക് മുളക് വേണം നിർബന്ധം? പിന്നെ മുളകില്ല കടലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വല്യമ്മ. കരിവേപ്പിന്റെ ഇട്ടടി. കരിവേപ്പിന്റെ കൊണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോണ വെച്ച് കഴിഞ്ഞാല് കരിവേപ്പിന്റെയും പൊതിനയും കുടുംബക്കാര് കൊണ്ടുവന്നിക്കണ്. ഞങ്ങള് വാങ്ങാൻ മറന്നു. അപ്പൊ ഓല് കൊണ്ടുവന്നിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന കാഴ്ചയാണ്. ഇതാണ്ടോ ഞങ്ങളെ താഴത്തെ പേര. മല്ലിച്ചപ്പും പൊതിന് വാങ്ങിയോ? വേഗം പൊതുക്കണം വണ്ടിക്കോ. ഇത് കൂടെ വേഗം പോയി വാങ്ങിയോ. മല്ലിച്ചപ്പും പൊതിനും വാങ്ങി. ഏതാ മല്ലിച്ചപ്പ് ഏതാ പൊതിന? അത് രണ്ടും എല്ലാം ഒന്നല്ലേ. വാ. അപ്പൊ ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ പെരിയിലൊന്നും ബിരിയാണി ശരിയല്ലേ? ഇവിടുന്ന് നമ്മൾ ഇതാണ് ഞങ്ങളെ പെരന്റെ കുന്നിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പണ്ടത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഞങ്ങൾ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് മണ്ടലായിരുന്നു ഗായ്സ്. ഞാൻ മുമ്പിൽ പോട്ടെ കേട്ടോ. പണ്ടത്തെ മായിക്കല്ല ഇപ്പോ കൊയങ്ങി ഗായ്സ്. സീനാണ് ഗായ്സ്. ഓൻ ബാക്കിൽ ഇരുന്നുണ്ട്. അടിയിട്ടെ നോക്കിമ്മ. അപ്പൊ എത്ര നാളും വിളിച്ചപ്പോ അടിയിട്ടു ഞങ്ങള്. ഒരു പൂച്ച അടിയിൽ നിന്ന് കരിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കറുത്ത പൂച്ചയാണ്. അതിന് ഇഷ്ടത്ത് കാണില്ലല്ലോ. ഇത് അവിടെ ഉണ്ട്. അതിന് ഞാൻ വെളിച്ചത്തൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇതൊന്നു കേട്ടോ വണ്ടി. ഇന്നലെ തുടങ്ങിയ മഴ കേട്ടോ. ഇപ്പോഴാണ് ഒരു തോർച്ച ഉണ്ടായത്. ബാക്കിയുണ്ടോ? വലിയമ്മ എന്താ കാട്ടണാവോ? മഴയത്ത് പുയറിനെ തപ്പാണ്. എന്തിനാ പുയറിനെ? പിന്നെ മല്ലിച്ചപ്പ് കുഴിച്ചിട്ടോ. പുയറിനെ കൂട്ടാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് മല്ലിച്ചപ്പ് കുഴിച്ചിടാണല്ലോ. മല്ലിച്ചപ്പ് കുഴിച്ചിടേ.
എന്നിട്ട് എത്ര മല്ലികപ്പൂടെ ഉണ്ടായിക്കണ് അങ്ങനെ കുഴിച്ചിട്ടിട്ട്? അങ്ങനെ കുഴിച്ചിടും, എന്നിട്ട് കൊറേ പോവും. എന്നിട്ട് അല്ല മൊത്തം പോകും. എന്നിട്ട് ഏതെങ്കിലും ഇവിടെ ഉണ്ടായിക്കണോ? എന്ത് എന്ത് ഇതിന്റെ ഒരു പീസ് എന്താണ് വേണ്ടിയത്? വായല, വായന്റെ അല്ലേ? അതെന്തിനാ? കേടാകാത്തൊരു വാഴ ഇതിന്റെ മേലെ വെക്കാൻ. ആണോ? നമുക്ക് വായന്റെ വായന്റെ വെട്ടാൻ പോവാം. ഞങ്ങൾ വായന വെട്ടാൻ പോവാണ്. ഞങ്ങള് പെരന്റെ മുറ്റത്തിന് വായകൾ ഉണ്ടായോണ്ട് ഒരു പ്രശ്നമല്ല. ഇതില് വളർത്തണുണ്ട് അവിടെ. എന്താ ഒന്ന് ഇത് വെട്ടണോ ഇത് വെട്ടണോ? ഏതേലും ഒന്ന് വെട്ട്. ഇത് വെട്ടിയാലോ? അത് ചെറുതാണ്. അല്ല മൂത്ത് വെക്കണേ നമുക്ക്. മൂത്തതോ? ഇതോ? ഇത് പറ്റുമോ? അത് നല്ലതാ, എടുത്തോ. ഇതല്ലേ? വെട്ടിക്കോ. എന്നിട്ട് വെട്ട് ചെയ്യും. വായ വെട്ടാൻ അറിയില്ല ഈ വായക്ക്. വെട്ടാ അവിടുന്ന്. ഇപ്പൊ വായ വെട്ടിട്ടോ. അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും കേട്ടോ. ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ. ചിലപ്പോ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അടി വരുന്നുണ്ടാവും. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട് രണ്ടാളും. എന്തിനാ ഇത്ര വലിപ്പം? ഒരു ചെറിയൊരു പീസ് അല്ലേ പറഞ്ഞീന്? ആയിക്കോട്ടെ, എന്തിനാ അത് ശരി. അതിന്റെ മുകളിലൊക്കെ അമ്മക്കറിയാം. അപ്പൊ ഞങ്ങള് ബിരിയാണി ഇത്ര പോകുന്നൊരു ചെറിയ കഷ്ണം എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കാട്ടാം. ഇത് കുഴിച്ചിട്ടോളമ്മ. എന്തേലും ആയാലോ കൊല ഉണ്ടാവും, വാഴക്കൊല. ഇത് പാത്രം മോറട്ടാ. അതിന് കഴിഞ്ഞോ? ഇനി പാത്രം മോറ അജിമത്തിന് പാത്രമൊക്കെ മോറ കൈയൊക്കെ കൂടി. ഇതെന്താ വാറ്റിയേ? ഇത് ചോറ്, ഇത് വെള്ളം വെച്ച ചോറാവും. എന്തിനാ പാത്രം മോറ? അപ്പഴത്തേക്ക് വേഗട്ടെ. അപ്പൊ തിന്നിട്ടല്ലേ പാത്രം മോറല്? തിന്നാൻ പാത്രം വേണ്ടേ? തിന്നേ ഞങ്ങളെ കുട്ടികളെ നീച്ച് കുറച്ചു നേരം മോറ്. അമ്മ വാറ്റുണ്ടാക്കുന്നുണ്ട്. ചെറുക്ക അത് ദമ്മിന് വെച്ചുകൊടുത്തത് ഈ ചെറുക്കന്മാർക്ക് അതതിന്റെ മുകളിൽ കാണുമ്പോ മാറ്റി എന്താലേ എന്താ ഇപ്പൊ വിഷയാണ് മാറ്റി കളഞ്ഞില്ലേ വല്യമ്മ? മാറ്റിയാണ് കണ്ടില്ലേ? അതെന്തറിയോ, വെല്ലിപ്പ ഫോറസ്റ്റ് ഓഫീസർ ആണെന്നല്ലേ വെല്ലിപ്പ പണ്ട് ടോണാണ് ഫോറസ്റ്റ് ഓഫീസറാണ്. അതിന്റെ ഇത് കാണിക്കണോന്നാണ്. കഴിഞ്ഞു പാറ്റിങ്ങൾ ഇഞ്ഞ കാനാക്കണ് വെച്ചിക്കണ്. ഈ ചെറുക്കന്മാർക്ക് കാട്ടേണ്ടി നിച്ചൻ. ആ കൊടുക്കിപ്പോ കൊടുക്കി ഇതൊക്കെ എന്ത് പണ്ടൊക്കെ എത്ര അടിച്ചോരിക്കണോ? ഞാൻ ക്യാമറ ഓഫ് ആക്കിക്കണേ. മാറ്റിയേട്ടാ. അപ്പൊ ക്യാമറ ഓഫ് ആക്കി പറഞ്ഞ ഉപ്പ ചൂലെടുത്ത് മഹമ്മക്ക് കൊടുത്തീനി. എന്തൊക്കെ ചർച്ച നടക്കണ കേട്ടോ. തമ്പുരാനെ അറിയാതെ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് ഇവിടെ. തമ്പുരാനറിയാം. ബിരിയാണി എങ്ങാനും ബിരിയാണി അല്ലാതെ ഉമ്മ മണയാണല്ലോ. ആ അരിന്റെ പൈസ ഒക്കെ ഉമ്മടെ വെക്കേണ്ടി വരും കേട്ടോ. അരിന്റെയും ചിക്കന്റെയും. ബിരിയാണി അല്ലാന്നുണ്ടല്ലേ അരിന്റെയും ചിക്കന്റെ ഒക്കെ പൈസ കൊണ്ട് തന്നോണ്ടി. ആദ്യം തിന്ന് ഉണ്ടാക്കി പഠിച്ച കേടെന്ന് ആദ്യം കുട്ടികള് നടത്താൻ പഠിച്ചുമ്പോ കൂണ് നീച്ചാണ്ട് അങ്ങനെയൊക്കെ ഇവിടെ നോക്കി പറ. കുട്ടികള് നടത്താൻ പഠിച്ചുമ്പോഴേ കൂണ് നീച്ചാണ്ട് അങ്ങനെയല്ലേ പഠിച്ച. അന്ന മതി. എത്ര വട്ടം പൂണിപ്പത് അത് പറഞ്ഞോ. ഇത് പഠിച്ചുമ്പോ ആദ്യമൊക്കെ മറന്നു അത്. അതിന് ബിരിയാണി വെക്കാല് ഗ്യാപ്പ് ഇങ്ങനെ തരണ്ടേ? ചോരിയോ കുട്ടിക്ക് അടിച്ചോരാനൊക്കെ അറിയാലോ. ചിക്കൻ അടിച്ചോരാൻ അറിയട്ടോ. ഭാവിണ്ട് ഉള്ളിത്തോലും ഇതൊക്കെ വേസ്റ്റ് കൂടിയാണ്. വേസ്റ്റിക്കല്ല, വേസ്റ്റിക്കന്നെ ഇടേന്. ഇനി അടുത്ത പണി എന്താ? ഇനി നമ്മളിത് വെയിറ്റ് ചെയ്യല്ലേ? ഇനി വെയിറ്റ് ചെയ്യല്ലോ. പാത്രം ഉള്ളു പണി. പാത്രം കഴുകി കഴിഞ്ഞാ നമ്മൾക്ക് ഇതായി ഫുഡ് ഇനി വെയിറ്റ് ചെയ്യാ. അപ്പൊ അതാണ് പറയാനുള്ളത് അല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുത്താണ് ഇമ്മ. ഇമ്മ പറഞ്ഞു കൊടുക്കും. ഇമ്മ പറയുമ്പോഴേ ഇതുള്ളൂ. നിങ്ങള് പറയുമ്പോഴാണ് അതിന്റെ ഇമ്മ പറയണം. അല്ല കുറ്റം പറയുന്ന ആൾക്കാരികളല്ലേ? കുറ്റം പറയുന്ന ആൾക്കാർ. അപ്പൊ ഇവിടെ നേരത്തെ എന്തോ ഊണ് നീച്ചു എന്നൊക്കെ എന്തൊക്കെയാ പറഞ്ഞില്ലേ? അതൊക്കെ ഉണ്ടാവും. ആകെ നടത്താൻ പറ്റണല്ലേ? ഇത് കണ്ടില്ലേ? ഇത് ഓന്തല്ലേ? ഇത് അതിന്റെ അപ്പറാണ്. എന്താ നിറം പറഞ്ഞാൽ അറിയോ? മെല്ലീശ നടമാറുള്ളൂ. ഇത് പുറത്തേതാണ്.
ആടാ വല്യമ്മ പാത്രം പോണപ്പോ വല്ല മിന്നുണ്ടോ? എന്തോ കാര്യമായിട്ട് പണിയുള്ള വൈകി പോവാണ് വല്യമ്മ. ഇവിടെ വാ, ഇവിടെ വാ, പാത്രം പോറാനുണ്ട്. പിന്നെ ഇമ്മ ഞാൻ പാത്രം പോരണമ്പോ കൊറേ കണ്ടല്ലേ, ഇനിയിപ്പോ എന്തിനാ ഞാൻ പാത്രം പോരണേ? ഇവിടെ വാ വാ, പാത്രം പോറാനുണ്ട് വാ. ആ വരുന്നുണ്ടോ? ഇവിടെ പാത്രം പോറാൻ വരുന്നുണ്ട്. ഇവിടെ കുട്ടി ഇവിടെ വന്നാല് ഞങ്ങളെ കുട്ടി ഇവിടെ വന്നാല് പാത്രം പോരണ കുട്ടി. ഇനിയിപ്പോ വേറെ ഒന്നും വേണ്ടല്ലേ? ബിരിയാണി ആർക്കും കൊടുക്കൂല. എന്താ ആ ഞങ്ങൾക്കുള്ള ബിരിയാണി അത്. ഇപ്പൊ അയൽക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ബിരിയാണിന്റെ മണം കേട്ടാ തോന്നുന്നു. എന്താടാ കുച്ചേ എന്താണ് മോൻ തന്നെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടുണ്ട് കിണി 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 കിണി. ആ ഈ പൂച്ച മാത്രമേ ഉള്ളൂ ഡേഞ്ചർ. ഇതിനെങ്ങനെ കിക്കിലായി കൊടുത്താൽ മതി. കുറച്ചുണ്ടാവും ഇപ്പൊ ഒട്ടും പോയിക്കോളൂ കൊച്ചേ. ഓല് കാട്ടിണ്ട് ഓല് കാട്ടിനത് മെച്ചല്ല പറഞ്ഞു. ആയടാ ഇനി നമ്മളെ റെസ്റ്റിംഗ് ടൈം ആണ് കേട്ടോ. ഇനി ഫുഡ് ഉണ്ടാക്കി അവിടെ അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റിംഗ് ടൈം ആണ്. അതാരാ തിന്നാൻ വരുന്നാരാ? മുന്നേക്കാരല്ലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ആ മുന്നെന്ന് പറഞ്ഞ ഞാനിവിടെ ഒളിച്ച് നിക്കാം. ഒളിച്ച് ഞാൻ വീഡിയോ എടുക്കട്ടോ. അനുവോ ജോനെ ഇതാക്കണേ. ഉമ്മമ്മ ഉണ്ടല്ലോ കേട്ടോ. ഇമ്മ ഉണ്ടല്ലേ? തിന്നാൻ നേരായതേ പോലത്തെ ഓരോരുത്തർ വരും. ഓരോട് പറഞ്ഞിട്ടും പാടില്ല കേട്ടോ ഇവിടെ ബിരിയാണി വെക്കണ കാര്യം. ഈ പൊട്ടനാണ് അവിടെ നിന്നിട്ട് വരുന്നില്ല. ആ വരുന്നുണ്ട് കേട്ടോ. ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ആയിട്ടില്ല ആ ചെക്കനും വീഴും. കണ്ടിട്ടില്ല പൊട്ടം. ഫുഡ് ഉണ്ടായിരുന്നപ്പോ ഇങ്ങോട്ട് വന്നിക്കാണ് ഗായ്സ്. ബിരിയാണി എക്സ്പ്രഷൻ നോക്കോണ്ടേ ബിരിയാണിയാണല്ലേ. യൂട്യൂബിൽ നോക്കിയാ ഞാൻ എല്ലാം പഠിച്ചേക്കണ്. പഠിച്ചു ഉണ്ടാക്കാൻ അറിയാം. എന്താണ് നമുക്ക് ആ സെറ്റ് വല്ല് ആക്കി കൊടുക്കല്ലേ? ഏത് വല്ല്? ഉമ്മമാരുടെ പല്ലൊക്കെ അങ്ങനെ ഇളകിക്കണ്. മറ്റേ സെറ്റ് വല്ലേ വെപ്പുവല്ല് ഇങ്ങനെ അണ്ണാക്കിലും അടിയിലും വെക്കണേ. എന്നിട്ട് ആ ഒക്കെ ഇളകിക്കണം. പല്ലടാ സെറ്റ് വല്ല് വെച്ചു കൊടുക്ക. അപ്പൊ ആ വണ്ണൊക്കെ തിന്നാൻ വെച്ചേ. ആയിക്കോട്ടെ അത് സാരില്ല നമ്മക്ക് ഉണ്ടാക്കാം. അപ്പൊ വല്യമാക്ക് വെപ്പുവല്ലിനെ പറ്റി നമ്മൾ ആലോചിക്കാണ്. ഇല്ല വല്ലുവിനൊക്കെ പോകട്ടോ. ഒറ്റ പോയിട്ട് അല്ല ഇപ്പൊ ഉമ്മാക്ക് തിന്നുമ്പോ പല്ല് വേനണ്ടോ? തിന്നുമ്പോ പല്ല് വേനണ്ടോ? ചമക്ക് വേനണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് ഇട്ടാലോ ഈ വല്യമ്മേ? ക്ലിപ്പും കൂടി ഇട്ടാണല്ലോ. ആ വല്യമ്മ ക്ലിപ്പ് ഇട്ട് കൊടുക്ക. സെറ്റ് ആയിക്കോളും. ചെരിഞ്ഞടക്കണ മാധ്യമ എങ്ങോട്ട് പോണു? ഞാനിങ്ങനെ ഇത് കൂടെ ചോറ് തിളക്കണ്ട്, അരി തിളക്കുന്നുണ്ട്. അല്ലാതെ നമ്മള് വെള്ളം പാടുന്നു നിലയിലില്ല വെള്ളം തന്നെ കേട്ടോ. എന്താ അരി നമുക്ക് എന്താ എന്താ ചോറ് ഇതിക്കിടുക? ഇതെന്ത് കളിയാ? ബിരിയാണി. പിന്നെ എങ്ങനെ ബിരിയാണി? ഇതിന്റെ അടിയത്തെ മണായി മോൾമക്ക്. എന്താ വെള്ള ബിരിയാണിയോ? അല്ല കളറൊക്കെ വരും. അങ്ങനെ തന്നെയാണോ അല്ലേ? അല്ല അങ്ങനെ ഒന്നും അല്ല. ഒന്നും വട്ടം ചുറ്റിക്കാൻ അരി വട്ടങ്ങൾ ഒന്നും കാട്ടണ്ട. എന്തോ കാര്യമായിട്ട് കാട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും അറിയാത്തോണ്ട് ഇവരെ എന്തൊക്കെ കാട്ടുണ്ട്. അത് കണ്ടു തിരിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളിതില്ലല്ലോ. നമ്മളിതിലില്ല. കണ്ടാ മതി. ആയിക്കോട്ടെ നിങ്ങൾ കണ്ടാ മതി. നിങ്ങൾ വെച്ചാ മതി. ഇങ്ങനെ തിന്നാ മതി. കറണ്ട് പോയി കണ്ടോ? എങ്ങനെ പോകാതെക്കും? ഇങ്ങനെ പറിച്ചില്ലല്ലേ പിന്നെ എങ്ങനെ പോകാക്കും? അത് കുഴപ്പമില്ല. കറണ്ട് പോയിട്ടോ.
ക്യാൻറ്റീന് പോയി മനസ്സിലായി ഇവര് ഭയങ്കര കള്ളലാണ്. ഇനി പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇല നമ്മളെന്തിനാ കൊണ്ടുവന്ന് വെച്ചു? ഇല മുകളിൽ വെക്കാൻ. എന്ത് ടീമുകള് ഇതിന്റെ മുകളിൽ വെക്കണം. അതിന്റെ പേരല്ലേ അമ്മ? ആ ചിക്കന്റെ പേര് വെക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കിങ്ങള്. പൊട്ടതനെ കാട്ടി കൂട്ടിക്കണ്. കാരണം ഈ ഇല എങ്ങനെ വെക്കണ്ട വെച്ച് മറന്നുപോയില്ലേ. ഇതന്നെ പ്രശ്നം, കൊടുത്ത ബിരിയാണിന്റെ പ്രശ്നം ഇതന്നെ പ്രശ്നം. ഇവിടെ വാടാ. ഈ നെയ്യ് ഈ ഇല എങ്ങനെ വെക്കാനാണ് ഉദ്ദേശിച്ചത്? അതായത് ചോറ് ഇടുന്നതിന് മുമ്പ് അങ്ങനെ വെക്കാനല്ലേ ഉദ്ദേശിച്ചത്? ആണോ? കണ്ടോ, ഞമ്മക്ക് ഇതാണ് എപ്പോഴും ഉള്ള മൈൻഡ്. അപ്പൊ ഗൈസ് നമ്മളെ ചോറ് ഏകദേശം തീരുമാനം എടുത്തു വെക്കാൻ പോണേ. തുറക്കാനായോ? ബിരിയാണിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കട്ടോ. ബിരിയാണി ഇമ്മ ഉണ്ടാക്കിയ ബിരിയാണി എന്താവും എന്തോ. എന്താ മായന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബിരിയാണിയുടെ സ്മെല്ല് വരുന്നുണ്ട്. വെറുംചോറിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ആരവിടുന്ന് അതിന്റെ മുകളിൽ കയറി കുത്തിരിക്കണ്? അന്നെ ഇറക്കണോ? അപ്പൊ ഈ ഇറച്ചി എവിടെ? അടിയിലുണ്ടാവും. റൂമ് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വെയിറ്റിംഗ് ആട്ടോ. നിങ്ങൾക്ക് ആ ലൈറ്റ് ഒക്കെ ആരോ ഓഫ് ആക്കിയത്? അങ്ങോട്ട് ലൈറ്റ് ഉണ്ടല്ലോ. അടി എത്തിയില്ലേ? ചൂടുണ്ടമ്മ? ഇല്ല, പിന്നെ ചൂടില്ലത്. അതിന് മാത്രല്ല ചൂടൊക്കെ ഉണ്ട്. കുഞ്ഞെ അതിട്. ഈ മഞ്ഞപ്പ എല്ലോടത്തേക്ക് നോക്കട്ടെ. ഇത് പൗതി നെയ്ച്ചോറും പൗതി ബിരിയാണിയാവും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. തിന്നെ നോക്കണം. ഈ കുറ്റം പറയുന്ന ഒന്ന് ഇതാക്കി നോക്കാം, തൊള്ളിക്കൊന്ന് ഇട്ടോക്കാം. ചെറിയ ടേസ്റ്റ് ഉണ്ട് ബിരിയാണിന്റെ. ടേസ്റ്റ് ഒന്നല്ല, വലിയ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ചെറിയ ടേസ്റ്റ് ഉണ്ട്. എന്താ ഈ കുട്ടി ഇങ്ങനെ? ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് ബിരിയാണിന്റെ. കുറച്ചിട്ടാ കുറച്ചിട്ടാ പൊള്ളണ്. രസമുണ്ട്. ബിരിയാണി ആയിട്ടോ ഗൈസ്, ബിരിയാണിയായി. നമ്മൾ ഏറെ നേരം കാത്തിരുന്ന ബിരിയാണിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലിമ്മ ഷെഫ്, വെല്ലിമ്മാന്റെ പേര് ഖദീജ ഷെഫ്. ഖദീജ ഷെഫ്, അത് ഉമ്മുട്ടി ഷെഫും ഖദീജ ഷെഫും. അപ്പോ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറുന്ന വരെ കുറച്ചു നേരം കാത്തിക്കുക. എന്നിട്ട് പിന്നെ നമ്മള് ഫുഡ് കഴിക്കൽ തുടങ്ങും. അതാണ് അടുത്ത പരിപാടി. എന്താണ് ഇപ്പൊ നമ്മളെ ബിരിയാണി കേട്ടോ. അപ്പൊ വെല്ലിമ്മ ആദ്യത്തെ മോര് തിന്നാണ് കേട്ടോ. വെല്ലിമ്മ ഫസ്റ്റ് ചോറ് തിന്നത്. വെല്ലിമ്മ ഫസ്റ്റ് തിന്നുകയാണ്. വെല്ലിമ്മ തിന്നാതെ എങ്ങനെയുണ്ട് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ ബിരിയാണി? ബിരിയാണി സൂപ്പറാണ്. ബിരിയാണി സൂപ്പറാണ്. തിന്നാതെ സൂപ്പറാന്ന് പറയുന്നത്. മണം കിട്ടിയിരിക്കണല്ലോ. മണം നോക്കി നമുക്ക്. എന്താ അവസ്ഥ? സെറ്റാ? അത് ഹിമ്മ ഉണ്ടാക്കിയോണ്ട് വാവും. ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞ വാവുന്നു. എങ്ങനെയുണ്ട്? തിന്നിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? രസമുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാടാ. അടിപൊളിയാണോ? നല്ല അടിപൊളി പറ. അടിപൊളി ഗൈസ്, അടിപൊളി. പൂച്ചാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ അതിന്റെ ചിക്കനൊക്കെ എടുത്താ പൂച്ച ഇട്ട് കൊടുക്കേ. നല്ലോ ചിക്കൻ പീസാണ് കേട്ടോ. ഇവലൊക്കെ കാത്തി കേട്ടോ. 1 2 മോളില് വരെ കാത്തിക്കുന്നുണ്ട്. ഓളെ നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം. ചിക്കൻ കണ്ടോ? ചിക്കനൊക്കെ പറഞ്ഞ ഓങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ പറ്റൂല. ചിക്കൻ കണ്ടോ എല്ലാരും എത്തിക്കണോ. തിന്നാത്ത ആൾക്കാരാണ് വെറുംചോറാണ് കൊടുക്കുക. തിന്നൂല, ഒരു ഇറച്ചി മാത്രമേ തിന്നുള്ളൂ.
എത്ര ഉണ്ട്? 1 2 3 ഇത് ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഒരാളും ഇവിടെ ഉണ്ടല്ലോ. ഇതിന്റെ തവണയുടെ 9 അതിന്റെ തവണല്ല അത് 1 9 ഉണ്ട്. ആ ഒറ്റ ഭയങ്കര ഉറക്കാട്ടോ. ഓള് ഉറക്കം വേണ്ടി തീറ്റ വേണ്ട പറഞ്ഞു നടക്കുന്ന കുട്ടിയാണ്. അപ്പൊ ടോട്ടല് 10 ആൾക്കാർ. ഉടങ്ങിക്കളി കേട്ടോ കുട്ടി ഉടങ്ങിക്കളി. നിങ്ങൾക്ക് രാത്രി തരാം ഫുഡ് വേണ്ട. അപ്പൊ എല്ലാരും ചോദിക്കണേ ഞങ്ങളെ പേരിൽ എത്ര പൂച്ചകളുണ്ട്? 10 പൂച്ചക്കുട്ടികളുണ്ട്. തള്ളി എല്ലാരും പാടെ കേട്ടോ 10 ആൾക്കാരുണ്ട്. എന്താലേ ഒരു പൂച്ച ഫാമിലി ഇല്ലേ? പൂച്ച ഫാമ അയക്കണേ. ഇത്രയൊക്കെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇപ്പോൾ ആദ്യം എല്ലാത്തിനും പാടെ ഒരുമിച്ച് കാണുന്നു. അപ്പൊ നമ്മള് ചോറ് കാണുമ്പോ കേട്ടോ ചോറ് കൊണ്ടോ. ഞാൻ പോലെ വിളിക്കാം. മുന്നാ ബാ ചോറുന്ന ബാ ആസിറ സാക്കിറ ബാ സാക്കിറോ ബാടെ ചോറ് നമ്മൾ ചോറ് കൊണ്ടുവയ്ക്കണ ഇതാണ് ചടങ്ങാണ് ഇവിടെ നടന്നു കൊടുക്കണത്. ബാട ചോറുന്നേ ബിരിയാണി വേണമെങ്കിൽ മതിട്ടോ. ഇവിടെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ബിരിയാണിന്ന് പേര് അല്ലേ? എന്താ നോക്കണേ? വാ നോക്കട്ടെ എങ്ങനെ എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം. മുന്ന ജോസേക്ക് എവിടെ പിന്നെ കഴിക്കട്ടോ. എന്ത് കഴിച്ച് എല്ലാ എണ്ണ ഫുഡൊക്കെ കഴിച്ച് നീച്ചു പോയിക്കണേ. എടാ ഫുഡിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അടിപൊളി. മുന്ന ഫുഡിനെ പറ്റി ഒരു അഭിപ്രായം പറ മുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെണ്ണും വലിഞ്ഞു പൂച്ചക്കുട്ടികളെ എങ്ങനെയുണ്ട് ഫുഡ്? ഉമ്മ എങ്ങനെയുണ്ടായി ഫുഡ്? നല്ല ഫുഡാ? ക്യാമറക്ക് നോക്കി പറ. ഇവിടെ നോക്കി പറ. നല്ലതാണ്. നല്ല ഫുഡ്. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ട്. പിന്നെ അടിപൊളി ഫുഡ് തരാം. അടിപൊളി ഫുഡ്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അതെ ബെല്ലൈക്കൺ കൂടി അടിക്കും. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഉമ്മയുടെ ഉമ്മാനോട് ചോദിച്ചോ. ഉമ്മ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവരോടും. മെയിൻ ആള് വരുന്നത് ഉണ്ടാക്കിയ ആള്. ഫുഡ് നിങ്ങളല്ലേ കുറ്റം പറയുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് ഓക്കെ ഉമ്മ പറഞ്ഞു വീഡിയോ അവസാനിച്ചു. ഉമ്മ ലാസ്റ്റ് എന്താണ് പറ? അസ്സലാമലൈക്കും അല്ല അസ്സലാമലൈക്കും പറഞ്ഞോ. സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമേക്കണം പറ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക എല്ലാരും. അപ്പൊ ഓക്കെ സെറ്റ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. ഓക്കെ ബൈ.